തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിനേക്കാൾ ക്രൂരമായ അവഗണനയാണ് വയനാടും കേരളവും അനുഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നിലപാടിനെതിരെ ഹർത്താലിനൊരുങ്ങുകയാണ് LDFും UDFും. പരസ്പര പഴിചാരലുകൾക്കിടയ്ക്ക് ഇപ്പോഴും ദുരിതത്തിൽ കഴിയുന്നത് പുനരധിവാസം കാത്തു കഴിയുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികളാണെന്നു മാത്രം. അലറിക്കുതിച്ചെത്തിയ മലവെള്ളം, സർവ്വതും തകർത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ദുരന്തബാധിതർ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തമ്മിലടി കണ്ട് കൂടുതൽ മരവിച്ച മനസ്സോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യ മാസം മാത്രമാണ് സഹായം കിട്ടിയതെന്നാണ്. സഹായം കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മനസ്സിന് ഏറെ പ്രയാസം ഉണ്ടാക്കിയ പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. L3 ദുരന്ത വിഭാഗത്തിൽ പെടുത്തുകയും വായ്പകൾ എഴുതിത്തള്ളാനുള്ള നടപടിയും പ്രത്യേക സാമ്പത്തിക സഹായവുമാണ് കേന്ദ്രം നടപ്പാക്കേണ്ടത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നും പ്രതീക്ഷ കൈവിടാതെ ദുരന്തബാധിതർ പറയുന്നു. കൃത്യമായ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്രം ഫണ്ട് നൽകാത്തതെന്ന് BJPയും ആവശ്യമായ രേഖകൾ െല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാട്ടുന്നു. 19-ന് ഹർത്താൽ നടത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് UDFന്റെയും LDFന്റെയും തീരുമാനം. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി 1500 കോടിയോളം രൂപയാണ് കേരളം പ്രത്യേക സഹായമായി ആവശ്യപ്പെട്ടത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം ലഭിക്കുന്ന കാര്യം സംശയകരമാണെന്ന തരത്തിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നടത്തിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്നാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിനു നൽകിയ കത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നത്. വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കുന്നില്ലെന്നു കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കുന്നതിൽ തീരുമാനം ഈ മാസത്തിന് അപ്പുറത്തേക്ക് പോകില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇനി പ്രതീക്ഷ തരുന്ന കാര്യം. അതേസമയം ധനസഹായത്തിന്റെ പേരിൽ വലിയ വാക്പോരാണ് മുന്നണി നേതാക്കൾ തമ്മിൽ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് സഹായം കിട്ടാത്തതെന്നും കേന്ദ്രം ചെയ്യുന്നതെല്ലാം നിയമാനുസൃതമാണെന്നും BJP നേതാക്കളായ K സുരേന്ദ്രനും V മുരളീധരനും പ്രതികരിച്ചു. വയനാട് ദുരന്തത്തിന് ശേഷം കേന്ദ്രം 290 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. നേരത്തെയുള്ള ഫണ്ടും ചേർത്ത് 782 കോടി രൂപ SDRFൽ ഉണ്ടെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന് ഉപയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റേത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര സർക്കാരിനെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല പണം ലഭിക്കാത്തതെന്നും റവന്യൂ മന്ത്രി K രാജനും പറഞ്ഞു. ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനുമുള്ള പണം ഇപ്പോൾ തന്നെ കേരളത്തിന്റെ കയ്യിൽ ഉണ്ടെന്നും കേന്ദ്രത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണെന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ നിലപാട്. കേന്ദ്രത്തിന്റേത് കണ്ണിൽ ചോരയില്ലാത്ത നിലപാടാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ലെന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രത്യേക സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തു നൽകി 3 മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥലം സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു സംസ്ഥാനത്തിന്. എന്നാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ തുക ബാക്കിയുണ്ടെന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത്. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ SDRFൽ ബാക്കിയുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു. 2024-25 SDRFലേക്ക് 388 കോടി രൂപ കൈമാറിയതിൽ 291 കോടി കേന്ദ്രവിഹിതമാണ്. പക്ഷേ അതുപയോഗിച്ച് ചെയ്തു തീർക്കാവുന്നതല്ല പുനരധിവാസ പ്രവർത്തനങ്ങൾ. SDRFലെ 96.8 കോടി രൂപ സംസ്ഥാന വിഹിതമാണ് താനും. SDRF വ്യവസ്ഥ പ്രകാരം പൂർണ്ണമായി തകർന്ന വീടിന് 1.30 ലക്ഷം രൂപയും 1 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ 75,000 രൂപയും മാത്രമേ അനുവദിക്കാനാകൂ. ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുമെന്നാണ് സംസ്ഥാന റവന്യൂ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷാവർഷം നൽകേണ്ട സഹായം മാത്രമേ കേരളത്തിന് ലഭിച്ചിട്ടുള്ളൂ. ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കുമായിരുന്ന ഈ ഫണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പര്യാപ്തമല്ല. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ SDRF വിഹിതത്തിനു പുറമെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാറുണ്ട്. കേരളത്തിന് ഈ സഹായമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അടിയന്തര ധനസഹായമോ ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.
ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.